ഖത്തറിൽ ഇസ്രയേൽ ആക്രമിച്ച ഹമാസ് സീനിയർ നേതാവ് ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ഗസയിൽ ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഇന്ന് 65,000 കവിഞ്ഞു. അപ്പോൾ അല്പം മുമ്പാണ് ഡോക്ടർ സന്തോഷ് കുമാർ ഗസയിലെ വിവരങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചത്. വി പി ജെയിംസ് ചേരുകയാണ്. സ്വാഗതം വി പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ജെയിംസ്, യഥാർത്ഥത്തിൽ ആദ്യം നമുക്ക് ആ പ്രത്യക്ഷപ്പെട്ട ടി വി കാര്യം പറയാം. ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എല്ലാവരുടെയും അവിടുത്തെ സൈന്യാധിപനായിട്ടുള്ള ഇയാൾ സമീർ, അതുപോലെ മൊസാദിന്റെ തലവൻ ഡേവിസ് ബാർണിയുടെ ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഖത്തറിൽ ഒരുപക്ഷെ ഒരു അമ്പരപ്പിക്കുന്ന ഒരു ഇതായിരുന്നു. കാരണം ഖത്തറും ഇസ്രായേലുമായിട്ട് ഒരു തരത്തിലൊരു നയതന്ത്ര നീക്കമൊക്കെ നടക്കുന്ന സമയത്താണ് ഖത്തറിൽ കയറി ഹമാസ് നേതാക്കളെ 5 പേരെ വധിച്ചു. അതുപോലെ തന്നെ ഒരു ഖത്തറി പോലീസുകാരനും കൊല്ലപ്പെട്ടു. അപ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രധാന നേതാക്കളെല്ലാം രക്ഷപ്പെട്ടു, അവരെ നിങ്ങൾക്ക് കൊല്ലാനായിട്ടില്ല. പക്ഷെ എന്താ തെളിവ് എന്ന് ഇതുവരെ പറഞ്ഞിരുന്നില്ല. തെളിവ് ഹാജരാക്കിയിരിക്കുന്നു. അതിൽ 5 പ്രമുഖ നേതാക്കളാണ് ഹമാസിൻ്റെ അവരെ ചർച്ചകൾക്കായിട്ട് അവർ രംഗത്തുണ്ടായിരുന്നത്. അവിടുത്തെ ഹംദാൻ എന്ന അതിലെ നേതാവ് അൽ ജസീറ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്ന സമയത്ത് താങ്കൾ വെടിനിർത്തൽ ചർച്ചയിലായിരുന്നു, താങ്കൾ ഇരുന്ന അതേ കെട്ടിടം തന്നെയാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നത് വെളിപ്പെടുത്തി. 10-ലേറെ മിസൈലുകൾ പാഞ്ഞു വന്നു. പക്ഷേ ഇതിൻ്റെ അപകടം മണത്ത ആ അവസ്ഥയിൽ തന്നെ തങ്ങൾ വേറൊരു വാഹനത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഹംദാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ച കെട്ടിടത്തിൽ കൊണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ഭാഗത്താണ് അത് വന്ന് വീണത്. വേറെ 5 ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു. പക്ഷേ പ്രമുഖരായിട്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യം വെച്ചിരുന്ന നേതാക്കളൊക്കെ രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട രക്ഷപ്പെട്ട നേതാവ് ഖലീൽ അൽ ഹയ്യ ആണെന്നാണ് റിപ്പോർട്ട്. അദ്ദേഹം ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം അടക്കം ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ SKN യുദ്ധം അതീവ രൂക്ഷമാവുകയാണ്. ഗസ സിറ്റിയിൽ നമ്മുടെ ഡോക്ടർ SS സന്തോഷ് കുമാർ പറഞ്ഞ പോലെ ഗസ സിറ്റിയിൽ നരനായാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. ഇപ്പോൾ തന്നെ വരുന്ന ദൃശ്യങ്ങളിൽ കെട്ടിടങ്ങൾ വീണ് കെട്ടിടങ്ങൾക്കുള്ളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരുടെ ദൃശ്യങ്ങൾ താഴെയുള്ള ക്യാമറ വഴിക്ക് കാണിക്കുന്നുണ്ട്. അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചില ഇടങ്ങളിലൂടെ അവരൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കുന്നതിൻ്റെ കൈയും കാലൊക്കെ പെട്ടുകിടക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ തീരദേശ റോഡിലൂടെ 10,000-കണക്കിന് ആൾക്കാർ വാഹനങ്ങളിൽ രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും വരുന്നുണ്ട്. കെട്ടിടങ്ങൾ ഏതാണ്ട് ഗസ സിറ്റിയിലെ ഭൂരിപക്ഷം കെട്ടിടങ്ങളും ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ചുറ്റും ഇസ്രായേലി ടാങ്കുകളും അതുപോലെ തന്നെ കവചിത വാഹനങ്ങളും നീങ്ങുകയാണ്. വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വന്ന് ഗസ സിറ്റി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഇന്നലെ നാസർ ഹോസ്പിറ്റലിന് നേരെയാണ് ആക്രമണം നടന്നതെങ്കിൽ ഇന്നലെ നേരത്തെ. പക്ഷേ ഇപ്പോൾ അൽഷിഫ എന്ന ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിക്ക് നേരെ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് SKN. അപ്പോൾ ഈ തരത്തിൽ ആക്രമണം അതീവ രൂക്ഷമാവുന്നു. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 23 മാസത്തിനിടയിൽ ഇതാ 65,000 കടന്നിരിക്കുന്നു. 65,062 പേരാണ് ഈ മിനിറ്റ് വരെയുള്ള ഒഫീഷ്യലായിട്ട് കൊല്ലപ്പെട്ടവർ. ആയിരങ്ങൾ ഈ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. കുറേ പേർ മരിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം. പട്ടിണി കിടക്കുന്നു, പട്ടിണി മരണം കൂടുന്നു. ഈ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് SKN ഒരുപക്ഷെ ഇന്ത്യക്ക് അത്ര ഗുണകരമായൊരു വാർത്തയല്ല. സൗദി അറേബ്യയും പാകിസ്ഥാനും സുരക്ഷാ കരാറിൽ ഒപ്പിട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ സൗദി കീഴാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും അവർ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ മറ്റേ രാജ്യം ആക്രമിക്കപ്പെട്ടതായി കരുതും എന്നുള്ളതാണ്. SKN അതിൻ്റെ ഏറ്റവും വലിയ അപകടം 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നപ്പോൾ അമേരിക്കൻ 7ാം കപ്പൽപ്പട വന്നപ്പോൾ സോവിയറ്റ് യൂണിയനുമായിട്ട് നമുക്കിതുപോലൊരു കരാറുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ നമ്മുടെ രക്ഷയ്ക്ക് എത്തിയത് ഇങ്ങനെയൊരു കരാർ വെച്ചാണ്. പക്ഷേ സൗദി അറേബ്യ പറയുന്നത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്, ഇതൊന്നും ഒരു തരത്തിലും ഇന്ത്യയായിട്ടുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്ന് പറയുന്നത്. ഇന്ത്യ വളരെ ആകാംക്ഷയോടെയാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും വിജയിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് കീഴടങ്ങിക്കൊള്ളൂ, അല്ലെങ്കിൽ ഹമാസിനെ തകർക്കും വരെ യുദ്ധം നീണ്ടുപോകും, മാസങ്ങൾ നീണ്ടാലും ഈ യുദ്ധം ജയിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. SKN.
ബിബി, മറ്റൊരു വാർത്ത വരുന്ന റഷ്യയിലെ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ വിഷം കുത്തിവെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇത് ഭാര്യയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഭാര്യ യൂലിയ ഇക്കാര്യം പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പറ്റി. ആ പരിശോധനയിൽ ലാബ് പരിശോധനയിലാണ്. എന്തായാലും ഈ ആരോപണം നീണ്ടു ചെല്ലുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും SKN, ഈ കാര്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ തന്നെ അലക്സി നവൽനി, റഷ്യയുടെ പ്രതിപക്ഷ നേതാവ്, ഒരുപക്ഷെ പുടിനെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭം നടത്തിയ നേതാവ്, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴും ലക്ഷക്കണക്കിന് റഷ്യക്കാരാണ് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. അതിൽ ഒരുപാട് പേരെ അടിച്ചൊതുക്കി, കുറേ പേര് ജയിലിലടച്ചു, ആയിരക്കണക്കിന് ആൾക്കാർ. പക്ഷെ അതുകൊണ്ടൊന്നും നിൽക്കാതെ ഫൈറ്റ് ചെയ്തൊരു നേതാവാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് ഒരുപക്ഷെ അപസർപ്പക കഥകളെ വെല്ലുന്നൊരു സ്റ്റോറിയാണ് SKN. നമ്മളൊക്കെ പറഞ്ഞാണ് 2020 ഈ അലക്സി നവൽനി അദ്ദേഹം സൈബീരിയയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് പ്രചരണത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് നോവിച്ചോക്ക് എന്ന വിഷം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കുത്തിവെക്കാൻ അവിടുത്തെ KGBയുടെ ഏജന്റുമാർ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിലായി. വിമാനത്തിൽ അദ്ദേഹത്തെ സൈബീരിയയിൽ നിന്ന് അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ബോധം കെട്ട് വീണു. അദ്ദേഹത്തെ അവിടെ നിന്ന് ജർമ്മനിയിൽ കൊണ്ടുപോയി 3 മാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, റഷ്യയിലേക്ക് പോയാൽ മരണമാണ്, പോകരുത്. അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം റഷ്യയിലേക്ക് വന്നു. വിമാനത്തിൽ നിന്ന് തന്നെ ഭാര്യ യൂലിയോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല. TV-യിൽ ഒരിക്കൽ വിചാരണ നടക്കുന്നതിൻ്റെ ഒരു ദൃശ്യം മാത്രമാണ് കാണിച്ചത്. അതിൽ പറഞ്ഞു, ഐ ലവ് യു യൂലിയ എന്നൊക്കെ പറഞ്ഞുള്ളത് വളരെ പ്രസിദ്ധമായിരുന്നു. എന്തായാലും അദ്ദേഹം കടന്നുപോയ ആ സമയത്തൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ആർട്ടിക് റീജിയനിലെ ഒരു ആരും കിടക്കാത്ത ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന തെളിവുകൾ 2 ലബോറട്ടറികളിൽ അദ്ദേഹം മരണമടഞ്ഞ ശേഷം അന്ന് തന്നെ ഇത് കൊല്ലപ്പെട്ടതാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ തെളിവുകളില്ലായിരുന്നു. ഇപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളും ജയിൽ അധികൃതരുടെ സപ്പോർട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ സാമ്പിൾ പുറത്തു കടത്തി 2 രാജ്യങ്ങളിൽ കൊണ്ടുപോയി അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. കൊടിയ വിഷം ഉള്ളിൽ ചെന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്തയാണ് യൂലിയ നവൽനിയ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ആൻറ്റി കറപ്ഷൻ ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ സ്ഥാപക, അദ്ദേഹത്തിനോടൊപ്പമുള്ള സഹസ്ഥാപകയായിരുന്ന യൂലിയ പറഞ്ഞിരിക്കുന്നത്. ഇത് റഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കും. ആരോപണം നീരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെയാണ്. പുടിൻ അല്ലാതെ തന്നെ ഇപ്പോൾ അമേരിക്കയുമായി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പ്രശ്നത്തിലാണ്. ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ ആരോപണങ്ങൾ വരുന്നത്. അപ്പോൾ ആഭ്യന്തരമായിട്ട് പുടിനോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം റഷ്യയിലുണ്ട്. അവർക്കെതിരെ ആയുധമാണ് യൂലിയ. ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെ ഇപ്പോൾ ഏറ്റവും സ്വീകാര്യമായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ്. അവർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളത് പുടിന് വലിയ ക്ഷീണമാണ്. അതിനിടയിൽ SKN ഒരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ പിറന്നാൾ ആഘോഷിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിച്ചിരുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ ഇന്ത്യ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുന്നതിന്റെ കാരണമായിട്ട് കൂടി അത് കാണേണ്ടി വരും. ഓക്കെ, താങ്ക് യു വിവി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തയുമായി നാളെ മോർണിംഗ് ഷോയിൽ സന്ധിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.